Hello everyone, I am Leena. Welcome to Beat OET. ഇന്നത്തെ നമ്മുടെ വീഡിയോ OET പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും OET പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വേണ്ടിയും അതല്ല പല പ്രാവശ്യം OET എഴുതിയിട്ടും റിക്വയർഡ് സ്കോർ കിട്ടാത്തവർക്കും വേണ്ടിയുള്ള മോട്ടിവേഷണൽ വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും സമയം കളയാൻ നമുക്ക് തുടങ്ങിയാലോ? Come on, let us start. ഇപ്പോൾ OET പാസ്സാകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? നിങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് ആവശ്യമാണ് OETയുടെ. പിന്നീട് എന്താ വേണ്ടത്? നിങ്ങൾ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യണം. ഇതെല്ലാം OET പാസ്സാകാൻ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ OET പാസ്സാവണമെങ്കിൽ നിങ്ങൾക്ക് ചില ക്വാളിറ്റീസ് കൂടെ ഉണ്ടായിരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. The first and important quality എന്ന് പറയുന്നത് believe in yourself. Success is all about believe in yourself. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ പഠിക്കണം. I can do it and I will do it എന്നായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനോട് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ സംശയിക്കരുത്. കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ IELTS ആയിരുന്നു യൂറോപ്യൻ കൺട്രീസിന് പോകണമെങ്കിൽ ആവശ്യം. ഇപ്പോൾ അത് ഹെൽത്ത് പ്രൊഫഷണൽസിന് അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ OET നമ്മുടെ പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടെസ്റ്റായി. അപ്പോൾ IELTSും OETയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ IELTSൽ നമുക്ക് ഇംഗ്ലീഷിൽ കുറേ കൂടി ഡീപ്പ് നോളജ് ആവശ്യമാണ്. പക്ഷെ OETയിൽ നമുക്കൊരു ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉണ്ടെങ്കിൽ ഒരു നല്ല ട്രെയിനിങ്ങിനോടൊപ്പം നമുക്ക് OET പാസ്സാകാവുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ IELTSൽ നിങ്ങൾ സ്പീക്കിങ്ങിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് 2 മിനിറ്റ് സംസാരിക്കണം. നമുക്ക് നോക്കാം, ഇപ്പോൾ റെയിനിനെ കുറിച്ചാണ് നിങ്ങൾ 2 മിനിറ്റ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ടോക്കിലെ എല്ലാ പ്രാവശ്യവും റെയിൻ എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം സിനോണിംസ് ആയ പ്രിസിപ്പിറ്റേഷൻ, ഡൗൺ പോർ, ഹെവി പോർ, അല്ലെങ്കിൽ ഇഡിയംസ് യൂസ് ചെയ്യണം. റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്, ടൊറൻഷ്യൽ റെയിൻ, അങ്ങനെയൊക്കെ പല സിനോണിംസ് യൂസ് ചെയ്യണം. That means you should have a deep knowledge in English. അതേസമയം OET സ്പീക്കിങ്ങിലോട്ട് വന്നാലോ? OET സ്പീക്കിങ്ങിൽ നമ്മൾ എങ്ങനെയാണോ ഹോസ്പിറ്റൽ സിറ്റുവേഷനിൽ ഒരു പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ഒരു റിലേറ്റീവിനെ മാനേജ് ചെയ്യുന്നത്, അതേ രീതിയിൽ നമ്മളിവിടെ ഒരു ഇൻ്റർലൊക്യൂട്ടറുമായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ അടുത്തൊരു പേഷ്യൻറ്റ് വന്ന് ചോദിക്കുകയാണ്, നേഴ്സ് കുഡ് യു പ്ലീസ് ടെൽ മീ അബൌട്ട് മൈ എക്സ്റേ റിസൾട്ട്? അതിന് നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? ഐ ആം സോ സോറി, I am not an authorized person to talk about your result. Doctor will come now and he will explain about your result. Is that okay for you? അല്ലേ? ഇതിപ്പോൾ നമ്മൾ ഏത് കൺട്രിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കൺട്രിയിലെ നേറ്റീവ് ലാംഗ്വേജസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഗൾഫ് കൺട്രീസിലാണെങ്കിൽ അറബിക്കിലായിരിക്കും ഇത് സംസാരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മലയാളത്തിലായിരിക്കും. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദിയിലായിരിക്കും. ഇതിപ്പോൾ നമുക്ക് യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ OET നിങ്ങൾക്ക് നമ്മുടെ ഹോസ്പിറ്റൽ സിനാരിയോയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് വളരെ ഈസി ആയിട്ട് പാസ്സാകാവുന്ന ഒരു എക്സാം മാത്രമാണ്. OETയെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. മറ്റൊരു കാര്യം, ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുമായി നിങ്ങളെ കമ്പയർ ചെയ്യരുത്. അവർക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്കും പറ്റില്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട് നല്ല ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിട്ട് പോലും OET കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് അവർക്ക് കിട്ടിയില്ല പിന്നെ എനിക്ക് എങ്ങനെ കിട്ടും. മറിച്ചാണെങ്കിലോ, നിങ്ങളെക്കാട്ടിലും ഇംഗ്ലീഷ് നോളജ് ഇല്ലാത്തൊരു ഫ്രണ്ടിന് OET കിട്ടിയെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം അത് അവരുടെ ലക്കാണ്, എനിക്ക് ആ ലക്ക് ഉണ്ടാവണമെന്നില്ല. എന്തിന് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു? എന്തിന് മറ്റുള്ളവരുമായി നിങ്ങളെ കമ്പയർ ചെയ്യുന്നു? നിങ്ങൾ നിങ്ങളുടെ എബിലിറ്റിയിൽ വിശ്വസിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളതിന് തയ്യാറാണോ? എനിക്ക് ചെയ്യാൻ പറ്റും, ഐ വിൽ ഡു ഇറ്റ് എന്ന് നിങ്ങൾ നിങ്ങളോട് പറയാൻ റെഡിയാണ് എങ്കിൽ നിങ്ങൾ OETയിൽ 50% സക്സസ് ആയി എന്നർത്ഥം. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ. ഈ കോൺഫിഡൻസ് ഇല്ലെങ്കിലത്തെ കുഴപ്പം എന്ന് വെച്ചാൽ എക്സാം ഡേയിൽ നിങ്ങളിപ്പോൾ ഒരു 1 മന്ത് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ 2 മന്ത്, ചില കുട്ടികൾ 6 മന്ത് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എക്സാമിന് വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നിങ്ങൾ പേടിച്ച് ഒരു കോൺഫിഡൻസുമായിട്ട് ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കോൺസെൻട്രേഷൻ കിട്ടില്ല. നിങ്ങൾക്ക് ആൻസേഴ്സ് പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല.
ഇപ്പം ലിസണിങ്ങിനായാലും റീഡിങ്ങിനായാലും റൈറ്റിങ്ങിനായാലും എല്ലാത്തിനും നമുക്ക് നല്ല കോൺസെൻട്രേഷൻ വേണം. ലിസണിങ്ങിന് നമ്മൾ പലതരത്തിലുള്ള ആക്സെൻറ്റിലുള്ള ഓഡിയോസ് ആയിരിക്കും കേൾക്കുന്നത്. അത് ഇന്ത്യൻ ആക്സെൻ്റ് അല്ല, മറിച്ച് ബ്രിട്ടീഷ് ആക്സെൻറ്റ്, ഓസ്ട്രേലിയൻ ആക്സെൻറ്റ് ആൻഡ് അമേരിക്കൻ ആക്സെൻറ്റ്. ഈ 3 ആക്സെൻറ്റുകളിലുള്ള ഓഡിയോസ് ആയിരിക്കും നിങ്ങളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും അവരുടെ സ്പീച്ച് അല്ലെങ്കിൽ കോൺവെർസേഷൻസ് കേട്ട് കഴിഞ്ഞ് നിങ്ങൾ ഒരു വേർഡ് പിക്കപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേഷനും ഡെഡിക്കേഷനും ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ പേടിച്ചാണ് എക്സാം ഹാളിൽ ചെല്ലുന്നതെങ്കിൽ എന്താ പറ്റുന്നത്? ആ പേടി കാരണം നിങ്ങൾക്ക് കേൾക്കുന്നത് ഒന്നും മനസ്സിലാവണമെന്നില്ല. റീഡിങ്ങിലായാലും അതുപോലെ തന്നെ. ഇപ്പോൾ സ്പീക്കിങ്ങിൽ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്, അല്ലേ? ഇംഗ്ലീഷിലല്ല നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലാംഗ്വേജ് ടെസ്റ്റിന് വേണ്ടി മാത്രം ഇംഗ്ലീഷിൽ സംസാരിച്ച് അതിന് പ്രിപ്പയറായി അവിടെ ചെല്ലുമ്പോൾ പേടിച്ചവിടെ ഇരുന്നാൽ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് പോലും നമ്മുടെ നാക്കിൻ തുമ്പത്ത് നിന്ന് പുറത്തോട്ട് വരുത്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വെക്കുക, അതൊരു നാച്ചുറൽ സ്പീക്കായിട്ട് പോലും തോന്നുകയില്ല. ഇവിടെയാണ് നിങ്ങൾക്ക് കോൺഫിഡൻസിൻ്റെ അത്യാവശ്യം. ഈവൻ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ പോലും ഐ ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞു തന്നെ വേണം നിങ്ങൾ എക്സാമിന് പോകേണ്ടത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങൾ എന്ത് വിചാരിക്കുന്നോ അത് നിങ്ങളായിത്തീരുന്നു. അപ്പം ഞാൻ ജയിക്കില്ല, ഞാനിതിന് പാസ്സാകത്തില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചാണ് നിങ്ങൾ എക്സാം ഹോളിലോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും പാസ്സാകില്ല. മറിച്ച് എനിക്കിത് പറ്റും, എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ കോൺഫിഡൻറ്റോടുകൂടി പോയാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ 50% OET എക്സാമിൽ പാസ്സായി കഴിഞ്ഞു. സോ ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് വാട്ട്? ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ടെൽ യുവർ മൈൻഡ് ഐ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് പോയിന്റ് ആണ് സ്റ്റോപ്പ് കംപ്ലൈനിങ്. നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് ഒരുപാട് കംപ്ലൈൻസുകളുണ്ട്. ഇപ്പോൾ OET സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം കംപ്ലൈൻസുകൾ നമുക്ക് വരാം? ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം, ഐ ഡോണ്ട് ഹാവ് ഇനഫ് നോളജ്, ഐ ഡോണ്ട് ഹാവ് ഇനഫ് സ്കിൽ, ഐ ഡോണ്ട് ഹാവ് ഇനഫ് സപ്പോർട്ട്, ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി. അങ്ങനെ എണ്ണിത്തീരാത്ത കംപ്ലൈൻസുകളാണ് നമുക്കുള്ളത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ കംപ്ലൈൻസുകളെല്ലാം സത്യമാണെന്ന്? ആക്ച്വലി ദ ട്രൂത്ത് ഈസ് you have the time, you have the skill, you have the knowledge, you have the support. നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റിസോഴ്സസ് ഇല്ല എന്നൊരു കംപ്ലൈൻറ്റ് ആയിക്കോട്ടെ, എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ല. സ്മാർട്ട് ഫോണിൽ യൂട്യൂബ് ഓപ്പൺ ആക്കിയാൽ അല്ലെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് OET കുറിച്ചുള്ള എത്ര വീഡിയോസ് കാണാം? അതെല്ലാം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്തൂടെ? അപ്പോൾ റിസോഴ്സസ് ഇല്ല എന്നൊരു കംപ്ലൈൻറ്റ് ഇല്ല ഇവിടെ. പിന്നെ സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് തോന്നും. നിങ്ങളുടെ സ്പൗസിന് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിന് നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. വൈ? ബിക്കോസ് ദേ ആർ ബിസി വിത്ത് ദെയർ ലൈഫ്. യു ഷുഡ് സപ്പോർട്ട് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യണം. മറ്റുള്ളവരുടെ സപ്പോർട്ടിന് വേണ്ടി, ഇൻസ്പിറേഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. എന്താണത്? എന്തുകൊണ്ടാണത്? കാരണം ഇറ്റ്സ് യുവർ ഡ്രീം. നിങ്ങളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യണം. സോ ടുഡേ ഓൺവേഴ്സ് നോ മോർ കംപ്ലൈൻസ്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നോളജ് ഇല്ല അല്ലെങ്കിൽ സ്കില്ലില്ല എന്ന് ചിന്തിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരു ബേസിക് നോളജ് പോലും ഇല്ലെന്ന് കരുതിക്കോ, പക്ഷെ നിങ്ങളുടെ ആഗ്രഹമാണ് നിങ്ങൾക്ക് OET എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് നോളജ് ഇല്ലാത്തത് കൊണ്ട് ഓക്കെ ട്രൈ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങളുടെ കസിൻസ്, ഇപ്പം നിങ്ങളുടെ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ചിൽഡ്രൻ അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സ്, കുട്ടികളൊക്കെ, അവർക്കൊക്കെ ഗ്രാമർ ബുക്കുകൾ കാണില്ലേ? അവരുടെ ഗ്രാമർ ബുക്കുകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് ബേസിക്കിൽ നിന്ന് തന്നെ തുടങ്ങാവുന്നതാണ് ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സസ് യൂട്യൂബിൽ തന്നെ കാണില്ല. നിങ്ങൾക്ക് അതൊക്കെ ലിസൺ ചെയ്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ബേസിക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു 6 months കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ നോളജ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെ നിങ്ങളുടെ നോളജും സ്കില്ലും എല്ലാം ഇമ്പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ടുഡേ ഓൺവേഴ്സ് നോ മോർ കംപ്ലൈൻസ്. ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിരിക്കണം. റെഡിയാണല്ലോ എല്ലാവരും? ഓക്കെ, നമ്മുടെ തേർഡ് പോയിന്റ്, യൂട്ടിലൈസ് യുവർ ടൈം ഇഫക്റ്റീവ്ലി.
ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ടൈം ഒട്ടുമില്ല എന്നൊരു കംപ്ലൈൻറ്റ് എല്ലാവർക്കും കാണും. എസ്പെഷ്യലി നിങ്ങൾ വർക്ക് കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒട്ടും ടൈം കാണത്തില്ല. നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പം 8 hour ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡ്യൂട്ടിക്ക് കയറിയാൽ ചിലപ്പോൾ 9 hour 10 hour ആവും. ചില സ്ഥലങ്ങളിലൊക്കെ 12 hour ഡ്യൂട്ടി ആയിരിക്കും, എന്ന് 13 hour അല്ലെങ്കിൽ 14 hour കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഇറങ്ങുന്നത്. അതും വളരെ ടയേർഡായിട്ടായിരിക്കും. ചില ദിവസങ്ങളിൽ നിങ്ങൾ ഒരുപാട് എക്സ്ഹോസ്റ്റഡ് ആയി പോകും ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വന്ന് കഴിക്കുക, കിടന്ന് നല്ലവണ്ണം ഒന്ന് ഉറങ്ങുക, ഇല്ലേ? നിങ്ങൾക്ക് പഠിക്കാൻ ഒട്ടും സമയവും കിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അത്രമാത്രം ആഗ്രഹമുണ്ട്, നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ OET ട്രൈ ചെയ്യും. അതിനുവേണ്ടി അല്പം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവും. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു തീരുമാനം എടുക്കുക, ഇന്നു മുതൽ ഹാഫ് ആൻ അവർ ഞാൻ പഠിച്ചിട്ടേ കിടക്കുകയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇന്ന് എന്തായാലും ഇപ്രാവശ്യം ഇങ്ങനെ പോട്ടെ, ഈ ഡ്യൂട്ടി റോട്ട കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് തൊട്ട് ഐ വിൽ ട്രൈ, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഐ വിൽ ട്രൈ. ടുമോറോ ദർ ഇസ് നെവർ എൻഡിങ് ടുമോറോസ്. നാളെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊക്കോണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ആക്ഷൻ എടുക്കാൻ പറ്റില്ല അവിടെ. പക്ഷേ യു ഗോട്ട് ടുഡേ ഈസ് യുവർ ടൈം. ദിസ് ഈസ് യുവർ സെക്കൻഡ്. ദിസ് ഈസ് യുവർ മൊമെന്റ്. ദിസ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിരിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിനൊക്കെ ഒരുപാട് വേക്കൻസീസ് നേഴ്സസിന് വരുന്നുണ്ട്. വൺസ് അവരുടെ വേക്കൻസീസ് എല്ലാം ഫില്ലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ റിക്രൂട്ട്മെന്റ് ചെയ്യില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി അവിടെ തീർന്നു. പിന്നെ നിങ്ങൾ OET പഠിക്കാൻ തുടങ്ങിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇപ്പോൾ വേക്കൻസി ഉള്ള സമയത്ത് നിങ്ങൾ അല്പം സാക്രിഫൈസ് ചെയ്ത് ഈ OET പഠിക്കാൻ തുടങ്ങി അതിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് എക്സാം നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും. മറ്റു ചില കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, OET 1 month 2 month ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഇനി എക്സാം എഴുതാം എന്ന് ചിന്തിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അതെന്തിനാണ് നിങ്ങൾ 6 മാസത്തെ ഗ്യാപ്പ് അതിലിടുന്നത്? വൺസ് നിങ്ങൾ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എൻഡിൽ എക്സാം കൂടെ എഴുതിയിരിക്കണം. പിന്നെ നിങ്ങൾ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൂടെ കഴിഞ്ഞ് എക്സാം എഴുതാമെന്ന് ചിന്തിച്ചാൽ വരുന്ന കുഴപ്പം, നിങ്ങൾ വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം. നിങ്ങളുടെ ഫ്ലോ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ബെറ്റർ നിങ്ങൾക്ക് അല്പം കൂടി ഒരു ട്രെയിനിങ് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 1 month കൂടെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യും നിങ്ങളുടെ ട്രെയിനിങ്. 2 month എന്നുള്ളത് നിങ്ങൾ 3 month ട്രെയിനിങ് ആക്കിയിട്ട് നിങ്ങൾ എക്സാം കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്തോളൂ. ഓക്കെ, സോ നിങ്ങളുടെ ടൈം ഒരിക്കലും നിങ്ങൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇതാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി. ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങണം. നമുക്ക് 4th പോയിന്റിലേക്ക് കടന്നാലും. 4th പോയിന്റ് എന്ന് പറയുന്നത് ലേൺ ടു അക്സെപ്റ്റ് ഫെയിലിയേഴ്സ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താ? എല്ലാ കാര്യത്തിലും നമുക്ക് വിജയിക്കണം. എസ്പെഷ്യലി എക്സാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ വിജയം നമുക്ക് ഉറപ്പായിട്ടും വേണം. ഒന്ന് പരാജയപ്പെട്ടു പോയാൽ വി ബിക്കം ഡിപ്രസ്ഡ്, അപ്സെറ്റ്, എല്ലാം നെഗറ്റീവായി പോകും, ഇല്ലേ? എപ്പോഴും നമുക്ക് ജീവിതത്തിലായാലും എക്സാമിനായാലും സക്സസ് ആവാൻ പറ്റണമെന്നില്ല. എൻ്റെ എത്രയോ ഫ്രണ്ട്സ് IELTS ഒക്കെ 15 times 20 times ഒക്കെ എഴുതിയിട്ട് പാസ്സായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇവിടെ വേണ്ടത് ഫൈൻഡ് ഔട്ട് യുവർ മിസ്റ്റേക്സ്, ഫൈൻഡ് ഔട്ട് യുവർ പ്രോബ്ലം, ഫൈൻഡ് ഔട്ട് യുവർ വീക്ക്നെസ്. എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയതെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ തുടങ്ങും. നിങ്ങൾ ആ വീക്ക്നെസ് കറക്റ്റ് ചെയ്യാൻ നോക്കും. ഫെയിലിയേഴ്സ് ക്യാൻ ബി എ ഗ്രേറ്റ് ടീച്ചർ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഫെയിലിയേഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്സെറ്റായിരുന്നാൽ നിങ്ങൾ മൊത്തം നെഗറ്റിവിറ്റിയിലേക്ക് പോകും. ബി ഒപ്റ്റിമിസ്റ്റിക്. ഇപ്രാവശ്യം പറ്റിയില്ലെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് ഞാൻ നേടിയിരിക്കും എന്നൊരു ചിന്ത വേണം. അല്ലാതെ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം എഴുതി കഴിഞ്ഞ് സ്റ്റോപ്പ്. അതല്ല, 4ാമത്തെ 1 പ്രാവശ്യം കൂടെ ട്രൈ ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ. വൺസ് നിങ്ങൾ OET പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഒരിക്കലും അത് വിൻ ചെയ്യാതെ നിങ്ങൾ നിർത്തരുത്. കാരണം അത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു നേഴ്സായിട്ട് കയറിപ്പറ്റാൻ സാധിക്കണം. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുകയേ ചെയ്യരുത്. നെഗറ്റീവിലോട്ട് പോകാതെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങണം. ഇന്നു മുതൽ അതിന് നിങ്ങൾ റെഡിയാണല്ലോ, അല്ലേ?
നമ്മുടെ അഞ്ചാമത്തെ പോയിന്റാണ് ഹാർഡ് വർക്കിംഗ്. എല്ലാവർക്കും അറിയാം അതല്ലേ? ഏതൊരു കാര്യത്തിലും വിജയിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം? ഹാർഡ് വർക്കിംഗ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, സക്സസിന് എന്താണ് ആവശ്യം? 5% ഇൻസ്പിറേഷൻ ആൻഡ് 95% പെർസ്പിറേഷൻ. അപ്പം ഹാർഡ് വർക്കിംഗ് മാത്രമല്ല നമുക്ക് ആവശ്യം, അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു ടേം കൂടെ ഓർത്തിരിക്കണം, പെർസിവിയറൻസ്. സ്റ്റഡി ആയിട്ടും കണ്ടിന്യൂ ആയിട്ടും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകണം. അല്ലാതെ കുറച്ച് നാൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടു ഇനി എനിക്ക് പറ്റില്ല, മടുത്തു എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോകരുത്. മറിച്ച് ഞാനിത് അച്ചീവ് ചെയ്യുന്നിടം വരെ ഹാർഡ് വർക്ക് ചെയ്യും എന്നൊരു ദൃഢനിശ്ചയം നിങ്ങൾക്ക് മനസ്സിലുണ്ടാകണം. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എല്ലാവരും OET ബീറ്റ് ചെയ്യാൻ റെഡിയാണല്ലോ? ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ, ഈ സെക്കൻഡ് മുതൽ സ്റ്റാർട്ട് ടു സ്റ്റഡി, start to burn the midnight oil and achieve your B score. ഓക്കെ? ഇന്നു മുതൽ നിങ്ങളുടെ മന്ത്രം എന്തായിരിക്കണം? I can do it. I will believe in myself. I will do it. അതായിരിക്കണം നിങ്ങളുടെ മന്ത്രം. ഈ മന്ത്രം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇന്നു മുതൽ നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കാൻ. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ നഴ്സസും OET ട്രൈ ചെയ്യേണ്ടതാണ്. ഓക്കെ? ഒരിക്കലും നിങ്ങൾ പുറകോട്ട് മാറി നിൽക്കരുത്. എല്ലാവരും ഇന്ന് തന്നെ OET പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള B സ്കോർ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട്. നമ്മളിനി ഫോളോയിങ് വീഡിയോസിൽ എന്താണ് OET എക്സാം എന്നും OET എക്സാമിലെ ഈച്ച് മൊഡ്യൂൾസിനെ കുറിച്ചും B സ്കോർ കിട്ടാൻ ആവശ്യമായ ടിപ്സിനെ കുറിച്ചും എല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ എൻ്റെ നെക്സ്റ്റ് വീഡിയോസ് നിങ്ങൾ കാണുക. ഇന്നത്തേക്ക് ബൈ ബൈ.